ഇന്നലെ മാടമ്പള്ളി വെച്ച് എന്തോ പറ്റി? എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ. ഇപ്പൊ എന്താ അസുഖം വെച്ചാ പറ. പിണ്ടാമയ്യേ, അയ്യോ അയ്യോ, എന്തൊക്കെയായി കാണിക്കുന്നേ? കണ്ടോ കണ്ടോ? അയ്യോ ഈശ്വരാ, ഞാനിപ്പോ എന്ത് ചെയ്യും? വന്നേ ഇങ്ങോട്ട്. ചെമ്പങ്കോട്ടെ ചേട്ടന്റെ അടുത്ത് പോയി ഞാനൊരു ചളി വെച്ചോണ്ട് വരട്ടെ. ദാസപ്പ ഒന്ന് നോക്കിക്കോണേ. ഇവിടെ ചരടൊന്നും വേണ്ട, ചരടൊന്നും വേണ്ട. പെട്ടെന്നുള്ള ഷോക്ക് കൊണ്ടാ, മറിച്ചൊരു ഷോക്ക് കൊടുത്താ മതി. പേടിച്ചോ? എന്നാ ദാസപ്പൻ പറയുന്നേ? എന്തായാലും എന്തൊക്കെ ചോദിച്ചിട്ട് ഒന്നും ഉരിയാടുന്നില്ല. വല്ലതും ഒന്ന് ജപിച്ചു കെട്ടിയായിരുന്നെങ്കി. അക്ഷര ശ്ലോകം ചൊല്ലിക്കൊണ്ട സമയത്തെങ്ങാനും അവിടെ ചെന്ന് കേറി കാണും. കൽക്കട്ടക്കാരുടെ ഓഹരി ഭരിക്കാഞ്ഞിട്ട് കിടക്കപ്പുറത്തി ഇല്ലായിരുന്നല്ലോ അങ്ങർക്ക്. എന്നിട്ടിപ്പോ എന്തായി? വേണ്ടാത്തൊക്കെ ആ ശാരദ ചേച്ചിയെ പറഞ്ഞു കേൾപ്പിച്ച് എന്റെ കയ്യിലിരുന്ന മാടമ്പള്ളിലെ താക്കോൽ അങ്ങനെ കൈവശപ്പെടുത്തി. പണ്ട് ആലപ്പാറ പോറ്റുമാരെ ഹരഹര ചൊല്ലിച്ച മേടയാ. നിന്റെ ഭർത്താവ് താലൂക്ക് ഓഫീസർക്കാവൊന്നും അറിയത്തില്ല, ഭരതനല്ലേ? ഞാൻ അന്നേ പറഞ്ഞതാ ഈ മാടമ്പള്ളിലെ താക്കോലും ഭരണമൊന്നും നമുക്ക് വേണ്ടാന്ന്. പറഞ്ഞാ കേക്കണ്ടായോ? ചരട് ജപിച്ചു തരാം. പക്ഷെ ഞാൻ ജപിച്ച ചരട് അദ്ദേഹം കെട്ടുവോ? എന്നാ വാ. മിണ്ടാതുരിയാടാതെ കൊണ്ടുപോയി ആരെ ഞാൻ എപ്പോഴേ പറഞ്ഞില്ലേ? എന്തുവാ അവിടെ? ഒന്നുമില്ല സാർ. ഈ പെൺ അല്ല, ആരൊക്കെയാ ഇത്? ഗംഗേ, അതാ അമ്മാവൻ. കൽക്കട്ടായിന്ന് ശാരദ ചേച്ചിയും മറ്റും എഴുതുന്നല്ലേ കേട്ടുള്ളൂ. താനും പുത്തം വീണ്ടും നാട്ടിലേക്ക് വരുന്നതിന്റെ ഒരു സൂചന പോലും കിട്ടിയില്ല. എവിടെ ബാക്കിയുള്ളവരൊക്കെ എവിടെ? വേറെ ആരും ഇല്ല അമ്മാവ, ഞങ്ങള് മാത്രമേ ഉള്ളൂ. ഗംഗ ഇന്നലെ ഉച്ചയ്ക്ക് തിരുവനന്തപുരത്ത് വന്നു. രാത്രി കുറെ ഇരുട്ടിയിട്ടാ മാടമ്പള്ളിൽ എത്തിയത്. മാടമ്പള്ളിലോ? രാത്രിയില് നിങ്ങൾ മാത്രമായിട്ടോ? അതെ, മേടയുടെ താക്കോല് കണ്ടതുകൊണ്ട് ആളുണ്ടാവുമെന്ന് കരുതി ഗംഗയെ പുറത്ത് നിർത്തിയിട്ട് ഞാൻ അകത്തൊക്കെ ഒന്ന് കയറി നോക്കി. ആരെയും കണ്ടില്ല. എന്നിട്ട് രാത്രിയിൽ ഒരുപാട് ഇരുട്ടിയത് കൊണ്ട് ഇവിടെ ആരെയും ബുദ്ധിമുട്ടിക്കണ്ടെന്ന് വെച്ചിട്ട് ഞങ്ങൾ ടൗണിൽ പോയൊരു മുറിയെടുത്തു. അല്ല, ഇത് ആരൊക്കെയാ വന്നിരിക്കുന്നത്? കുട്ടി ഞങ്ങളെയൊക്കെ അറിയോ? അതെങ്ങനാ കല്യാണം കഴിഞ്ഞ് ഗംഗയെ നാട്ടിലോട്ടൊന്ന് കൊണ്ടുവരാൻ നകുലിന് തോന്നിയോ? അതിൽ ഇയാള് നാട്ടിലോട്ട് വന്നിട്ട് കാലം എത്ര ആയത് ചോദിക്കേ? അല്ല, ഗംഗയ്ക്ക് അവരെല്ലാം മനസ്സിലായോ? ഇത് അമ്മായി, അത് ജയശ്രീ, അമ്മാവന്റെ മോളാ. നീ എന്തു പറയുന്നു? ഒത്തിരി അങ്ങ് വളർന്നു പോയല്ലോടി. അല്ലി, ബാസുരക്കഞ്ഞമ്മയുടെ മോളാ. അല്ല, കുഞ്ഞമ്മ ഇവിടെ ഉണ്ടായിരുന്നു. എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? ചിറ്റപ്പനവിടെ എന്തേ? നിക്കണ്ട, ഉരിയാടാതെ കൊണ്ടുപോയി കെട്ടിക്കൊടുക്ക. ജപിച്ച ചരടാ കയ്യില്, അതാ മിണ്ടാത്ത. അമ്മാവന്റെ മൂത്ത മകളാ ശ്രീദേവി. അപ്പച്ചി വന്നിട്ടില്ലേ നകുലേട്ടാ? അമ്മ വരാനിരുന്നതാ, പെട്ടെന്ന് ചേച്ചി കൂട്ടിക്കൊണ്ടുപോയി ബോംബേക്ക്. അല്ലേലും ആർക്ക് വേണം സ്വന്തം നാടും വീടും ഒക്കെ? അതിനെന്താ, ഇനി ഇപ്പൊ കുറെ നാള് നാട്ടിൽ തന്നെ താമസിക്കാനാ പരിപാടി. പുതിയ പ്ലാന്റിന്റെ പണി തീരുന്നതുവരെ ഞങ്ങൾ ഇവിടെ തന്നെ കാണും.
അതേതായാലും നന്നായി. വാ മോളെ. ആ അപ്പോ ഒരു 3-4 മാസം താൻ ഇവിടെ തന്നെ കാണുമെന്ന് സാരം. കഷ്ടിച്ച്. ഉള്ള സൗകര്യത്തിന് നമുക്ക് ഇവിടെ അങ്ങ് കൂടാം. അത് വേണ്ട മാവ, ഞങ്ങൾ മാടമ്പള്ളി താമസിച്ചോളാം. മാടമ്പള്ളിയോ? അതെ, എന്താ? മാടമ്പള്ളിയിലിടം നമ്മുടെ തറവാട്ട് വീടൊക്കെ തന്നെ ഓഹരി പ്രകാരം തന്റെ അമ്മയ്ക്ക് അവകാശപ്പെട്ടതുമാണ്. പക്ഷെ ആ വീട് താമസത്തിന് അത്ര നല്ലതല്ല. അത് ചില ശല്യങ്ങളൊക്കെ ഉള്ള വീടാ പണ്ട് മുതലേ. ആ താനും ചെറുപ്പത്തില് ചിലതൊക്കെ കേട്ട് കാണുമല്ലോ. ദുർമരണങ്ങള് പലത് നടന്ന തറവാടാ. അന്യ കുടുംബങ്ങളിൽ നിന്ന് കല്യാണം കഴിച്ചു കൊണ്ടിരുന്ന പെൺകുട്ടികൾക്ക് അവിടെ പാർത്താൽ സ്വൈര്യം കിട്ടില്ല എന്നാ വിശ്വാസം. ഗംഗ അന്യ കുടുംബത്തിൽ നിന്ന് വരുന്ന പെണ്ണ. അതൊക്കെ പഴയ കാലത്തെ ഓരോ വിശ്വാസങ്ങളല്ലേ അമ്മാവ? അതെല്ലാം ആരാ ഇപ്പൊ നോക്കുന്നത്? അല്ല, ഞാൻ പറഞ്ഞു വെച്ച് താൻ പരിഭ്രമിക്കൊന്നും വേണ്ട. ഇപ്പോ തന്റെ തീരുമാനം അവിടെ താമസിക്കണം എന്നാണെങ്കിൽ അതങ്ങനെ ആയിക്കോട്ടെ. എല്ലാം ചുറ്റി നടന്ന് കണ്ടോളൂ. നിങ്ങൾ ഇങ്ങ് പോരെ. ഇനി എനിക്ക് നിന്നോട് 4 വർത്താനം പറയാനുണ്ട്. എന്റെ നാക്ക ഇറങ്ങിപ്പോയിന്ന നിന്റെ വിചാരം? അല്ല, അപ്പൊ ഏനക്കേടൊക്കെ മാറിയ? ആ മാറി. ഇനി നീ രാവിലെ പറഞ്ഞതിന്റെ ഏനക്കേട് കൂടെ ഞാൻ നിനക്ക് മാറ്റിത്തരാം. നീ എന്താ പറഞ്ഞത്? എനിക്ക് മറുഷോക്ക് തന്നാ മതിന്നോ? മറുഷോക്ക് തരാൻ നീ ആരടാ? ഇലക്ട്രിസിറ്റിയിലെ ലൈൻമാനാ? നിന്നെ അടുക്കരുത്, അടുക്കരുത്. എന്റെ അടുത്ത് മാത്രം കളിക്കരുത്. കുത്തു, ഞാൻ കുത്തു. ദാസപ്പൻകുട്ടി, അത് നകുലേന്റെ ഭാര്യ ഗംഗ ചേച്ചിയാ. ഹലോ. ഹലോ. ഫീസും ഞാൻ പിന്നാലെ വരണ്ട കേട്ടോ. അയ്യോ, പിന്നെ കൂടെ വന്ന് മനുഷ്യനെ പേടിപ്പിക്ക. എന്താ ബാസൂരെ? എന്താ വേണ്ടത്? എന്താന്ന്? അയ്യേ, എന്താ അക്രമായി കാണിക്കണേ? ആരെങ്കിലും കണ്ട മാനം പോവില്ലേ? കാര്യം ഭാര്യയും ഭർത്താവാ. ഞാൻ വീട്ടിലേക്ക് വരാന്ന്, ഞാൻ വീട്ടിലേക്ക് വരാന്ന് പറഞ്ഞില്ലേ? ദേ ഉണ്ണിത്ത വാക്ക് പറഞ്ഞ വാക്ക. വിടുന്ന്. നിനക്ക് എന്താ ബാസുര ഇത്ര പെട്ടെന്ന് ഇങ്ങനെ തോന്നാൻ? ആരെങ്കിലും കണ്ടാ പിന്നെ നമ്മൾ രണ്ടാളും ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല കേട്ടോ. ശ്രീദേവി, ശ്രീദേവിന്ന് പിടിച്ചു വലിക്കരുത്. പിടിക്കേ
നീ എവിടേക്ക് എന്നെ കൊണ്ടുപോണേ? ഇത് എന്തൊരു സൈലൻസാ ഇവിടെ. എത്ര നല്ല അറ്റ്മോസ്ഫിയർ. ഗംഗയ്ക്ക് ഇഷ്ടമായ? പിന്നെ ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാളും എത്ര നല്ല സ്ഥലം. കിടക്കാൻ നേരത്തൊന്ന് വിളിച്ചേക്കണേ നഗലേട്ടാ, എനിക്ക് ഉറക്കം വരുന്നു. ആയിക്കോട്ടെ. ഈ പുസ്തകങ്ങളൊക്കെ ചേച്ചിയുടെ ആണോ? അതെല്ലോ. തൽക്കാലം ഇവിടെ എവിടെയെങ്കിലും ഇരിക്കട്ടെ, പിന്നെ നമുക്ക് പറ്റിയ സ്ഥലം നോക്കി മാറ്റാം. എന്താ ചേച്ചി ഇത് വായിച്ചിട്ടുണ്ടോ? എന്താ? കോളേജില് എന്നെ പഠിപ്പിക്കുന്ന സാറാ. ആര്? പി മഹാദേവനോ? ആഹാ. പിന്നെ എന്താ? ചേച്ചിക്ക് അറിയാം? ഇല്ല. ചുമ്മാ ചേച്ചിയോട് അമ്മ എല്ലാം പറഞ്ഞു കാണും. ഇല്ലെന്നേ. എന്താ കാര്യം? അല്ലി പറഞ്ഞോളൂ. ഒന്ന് പോ ചേച്ചി. അങ്ങനെ അങ്ങ് പോയാലോ? കാര്യം പറഞ്ഞാലേ വിടും. എന്താ കാര്യം? സാറിനെ കല്യാണം ആലോചിച്ചിരിക്കുക. ആഹാ, അത് ശരി. എന്നിട്ട് ഇപ്പോഴാണ് അത് പറയുന്നത്? ഒക്കെ നിശ്ചയിച്ചോ? മേഡത്തില്. സാരതേ നമ്മുടെ തൊട്ട അയലത്താ താമസം. എവിടെ? ദാ അവിടെ. എന്റെ പുസ്തകങ്ങളൊക്കെ ഭംഗിയായിട്ടൊന്ന് അടുക്കി വെക്കാൻ പറ്റിയ ഒരു മുറി വേണമല്ലോ അല്ലി. ഞാൻ ഇന്നലെ മുതൽ നോക്കുക. അതിനെന്താ, ഇവിടെ ഇല്ലേ ഇഷ്ടം പോലെ മുറികള്. ചേച്ചി വാ, ഞാൻ കാണിച്ചു തരാം. വെറും ഒരു മുറി പോരാ, എനിക്ക് ആ മാന്തോപ്പിലേക്ക് തുറക്കുന്ന ജനാലകളുള്ള മുറി വേണം. വാ, നമുക്കൊന്ന് നോക്കാന്നേ. ആരും ഇതുവഴിയൊന്നും വരാറേ ഇല്ല. ആണോ? വാ നോക്കാം. ചേച്ചി, ദേ ആ മുറി കറക്റ്റ് ആയിരിക്കും തോന്നുന്നു. ചേച്ചി, ദേ എന്തോ ജപിച്ചു കിട്ടിയിരിക്കുന്നു. ഇത് പൂട്ടിയിരിക്കുകയാണല്ലോ. സാരില്ല ചേച്ചി, അച്ഛന്റെ ഈ താക്കോല് കാണും, നമുക്ക് വാങ്ങിച്ചു തുറക്കാം. അമ്മാവനാന്ന് തോന്നുന്നു. വാ പോവാം.